Hi, hello, a very good evening everyone. This is Krishna from 𝐚𝐲𝐬 Academy and here we are with OET Reading Mitigation. വീണ്ടും ഒരു തിങ്കളാഴ്ച നമ്മൾ OET Reading Mitigationുമായിട്ട് ഇവിടെ കൃത്യം 8 മണിക്ക് എത്തിയിട്ടുണ്ട്. ഇനിയുള്ള ഒരു മണിക്കൂർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OET Readingലെ പാർട്ട് എ സെക്ഷനാണ്. പാർട്ട് എയിൽ എന്താണുള്ളത്? 20 questions ആൻഡ് ഇത് സോൾവ് ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 15 മിനിറ്റ് മാത്രമാണ്. ഈ 15 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഈ 20 ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ലൈവ് സെഷൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. സോ ബിഫോർ ദാറ്റ് നിങ്ങളുടെ കമൻറ്റ്സ് ആൻഡ് ഫീഡ്ബാക്സ് ഒക്കെ നമ്മുടെ ഫേസ്ബുക്ക് ലൈവിൻ്റെ കോമൻറ്റ് സെക്ഷനിലൂടെ പറയുക. ഐ വിൽ ബി റീഡിങ് എവറി കമൻറ്റ്സ്. സോ യെസ്, അപ്പം എല്ലാ മൺഡേ ആൻഡ് ഫ്രൈഡേ നമ്മളിങ്ങനെ OET റീഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ലൈവ് സെഷൻ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് OET റീഡിങ് പാർട്ട് എ ഫോക്കസ് ചെയ്തിട്ടുള്ള സോൾവിങ് അല്ലെങ്കിൽ ഏതൊക്കെ ടെക്നിക്സ് ആണ് കൂടുതലായിട്ടും ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ യെസ്, നമ്മുടെ മെറ്റീരിയൽസൊക്കെ 𝐚𝐲 അക്കാഡമി റീഡിംഗ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽസിലൊക്കെ നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് നിങ്ങളെല്ലാവരും എന്താണ് ചെയ്യേണ്ടത്? കൃത്യമായിട്ട് ഈ മെറ്റീരിയലൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഒരു പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് ഈ 20 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് നമ്മുടെ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുക. സോ ദാറ്റ് നമുക്ക് 2 പേർക്കും ഒരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് ഈ 20 ചോദ്യങ്ങൾക്കും ആൻസർ കൃത്യമായിട്ട് കണ്ടുപിടിക്കാം. സോ യെസ്, സോ കൊച്ചൂസ്, ഗുഡ് ഈവനിങ് ഡിയർ. ഹൗ ആർ യു ഡൂയിങ്? വീക്കെൻഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹോപ്പ് എവ്രി വൺ ഈസ് ഡൂയിങ് ഗുഡ്. സോ യെസ്, സോ നിങ്ങളെല്ലാവരും സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് OET റീഡിംഗ് പാർട്ട് എയിൽ മേജറായിട്ടുള്ള ഒരു ഡോസേജോ മെഡിക്കേഷനോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കണ്ടീഷനോ സർജറിയോ പ്രൊസീജിയറോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും OET റീഡിംഗ് പാർട്ട് എയിൽ കൂടുതലായിട്ടും ബേസ് ചെയ്യുന്ന കാര്യങ്ങൾ. ആൻഡ് ഇവിടെയുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് OET റീഡിംഗ് പാർട്ട് എയിൽ 4 ടെക്സ്റ്റുകളാണ് കിട്ടാൻ പോകുന്നത്. അതെല്ലാം ടെക്സ്റ്റ് A, B, C ആൻഡ് D എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ 4 ടെക്സ്റ്റും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. പക്ഷേ ടെക്സ്റ്റ് A ഒരു ഇൻട്രൊഡക്ഷൻ ആണെങ്കിൽ ടെക്സ്റ്റ് Bയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സൈൻസ് ആൻഡ് സിംറ്റംസ് ആയിരിക്കാം, അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് ആയിരിക്കാം. ഇതുപോലെ തന്നെയാണ് ഈ ഡിവിഷൻസ് ത്രൂ ഔട്ട് ദ എൻഡ് വരെ വരുന്നത്. അപ്പോൾ മോസ്റ്റ്ലി ഒരു ഡയഗ്നോസിസ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിരിക്കും ടെക്സ്റ്റ് D തീരുന്നത്. സോ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മളൊന്ന് ഫോളോ ചെയ്തിട്ട് തന്നെ വേണം OET റീഡിംഗ് പാർട്ട് എ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ യെസ്, ഓക്കെ കൊച്ചൂസ്, സോ ഹാപ്പി ടു ഹിയർ ദാറ്റ് യു ആർ ഡൂയിങ് വെൽ. ഐ ആം ഓൾസോ ഡൂയിങ് ഗുഡ്. ഓക്കെ, സോ യെസ്, ജ്യോതി, എക്സ്ക്യൂസ് മീ, ജ്യോതി, ഗുഡ് ഈവനിങ് ഡിയർ. ഹൗ ആർ യു ഡൂയിങ്? സോ യെസ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. കുറേ പേരൊക്കെ ഡ്യൂട്ടിയിലായിരിക്കും അല്ലേ, അല്ലെങ്കിൽ കുറേ പേരൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ ഒരു ടൈമായിരിക്കും. സോ യെസ്, ഈ ഒരു ലൈവ് സെഷൻ നിങ്ങൾക്കും ബെനിഫിഷ്യൽ ആയിരിക്കട്ടെ. ആൻഡ് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ സംസാരിച്ചല്ലോ. നമ്മൾ എങ്ങനെയാണ് ഈ 20 ക്വസ്റ്റ്യൻസിനെ പ്രോപ്പറായിട്ട് 15 മിനിറ്റിനുള്ളിൽ സോൾവ് ചെയ്യുന്നത്, ആൻഡ് 20/20 എങ്ങനെ കിട്ടാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ യെസ്, സോ ഇൻ എ കപ്പിൾ ഓഫ് മിനിറ്റ്സ് നിങ്ങളുടെ സ്ക്രീനിൽ മെറ്റീരിയൽ വരും. അത് കഴിയുമ്പോൾ തൊട്ട് നമുക്ക് പതുക്കെ ഈ മെറ്റീരിയൽ ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഐ വിൽ ബി ബ്രീഫിങ് യു ദ മെറ്റീരിയൽ ആൻഡ് എന്തൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ ടെക്നിക്സ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് വഴിയെ നോക്കി പറയാം. ഓക്കെ, സോ യെസ്, ആൻഡ് ബിഫോർ ദാറ്റ് OET റീഡിംഗ് പാർട്ട് എയിൽ എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ്. 15 മിനിറ്റിനുള്ളിൽ 20 ചോദ്യങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ആ മെറ്റീരിയൽ എത്ര സമയം കൊണ്ട് വായിക്കണം എന്നുള്ളൊരു ഊഹം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ യെസ്, സോ നിങ്ങളുടെ സ്ക്രീനിൽ മെറ്റീരിയൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ടുഡേ വി ആർ ഡിസ്കസിങ് ഓൺ ദ പെർട്ടിക്കുലർ ടോപ്പിക് ഓഫ് സ്റ്റെം സെൽ ആൻഡ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്സ്. സോ ഈ ഒരു പ്രൊസീജിയറിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ടും സംസാരിക്കുന്നത്. അതിനൊപ്പം തന്നെ സ്റ്റെം സെൽ എന്താണെന്നുള്ളതും. സോ വി ആർ ഡീലിംഗ് വിത്ത് എ പെർട്ടിക്കുലർ തിങ് ആൻഡ് അലോങ് വിത്ത് ദാറ്റ് നമ്മൾ അതിൻ്റെ സർജറി അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ രീതിയിലേക്കും പോകുന്നുണ്ട്. സോ യെസ്, ടെക്സ്റ്റ് എയിൽ ബേസിക്കായിട്ടും എന്താണ് സ്റ്റെം സെൽ അല്ലെങ്കിൽ എന്താണ് ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ദിസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് സ്റ്റെം സെൽ ആൻഡ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്സ്. സോ യെസ്, ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ എ പ്രൊസീജിയർ. ഓക്കെ, സോ എന്താണെന്നുള്ളത് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ട കുറച്ച് വേർഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഹെഡിങ്, സബ് ഹെഡിങ്സ്, ബുള്ളറ്റ് പോയിൻറ്റ്സ്, ഇറ്റാലിസൈസ്ഡ് വേർഡ്സ്, നമ്പേഴ്സ്, സൈൻസ്, സിമ്പിൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവണം. ഇതെല്ലാം ഫോക്കസ് ചെയ്താൽ മാത്രമേ എങ്ങനെയാണ് നമുക്കൊരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ സെർച്ച് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. സോ ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആദ്യം ഞാൻ ഇവിടെ ബുള്ളറ്റ് പോയിൻറ്റ്സിൽ കുറച്ച് കാര്യങ്ങൾ മാർക്ക് ചെയ്തേക്കുന്നത് വിച്ച് ഇസ് കാറ്റഗറൈസേഷൻ. എന്തൊക്കെ 3 മെയിൻ ടൈപ്പ് ഓഫ് ബ്ലഡ് സെൽ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ യൂസ് എന്താണ്, എന്തൊക്കെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി കണ്ടീഷൻസ് ദാറ്റ്
സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്സ് ക്യാൻ ബി യൂസ് ടു ട്രീറ്റ് ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് കണ്ടീഷൻസ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ അവിടെ ഉണ്ട്. സോ അവിടെ നിങ്ങൾക്ക് ബുള്ളറ്റ് പോയിൻറ്റ്സ് കാണും. സോ ഒരു ബുള്ളറ്റ് പോയിൻറ്റ്സും സ്കിപ്പ് ചെയ്യരുത്, കാരണം എന്തോ കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ബുള്ളറ്റ് പോയിൻറ്റ്സ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ യെസ്, മൂവിങ് ഓൺ ടു ടെക്സ്റ്റ് ബിയിലേക്ക് വരുമ്പോൾ ഇവിടെ സ്റ്റേജസും കാറ്റഗറൈസേഷനുമാണ് കൂടുതലായിട്ട് വരുന്നത്. ഒരു സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിന് 5 മെയിൻ സ്റ്റേജസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ അതെന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. വിച്ച് ഇൻക്ലൂഡ്സ് ടെസ്റ്റ് ആൻഡ് എക്സാമിനേഷൻ, ഹാർവസ്റ്റിംഗ്, കണ്ടീഷനിങ്, ട്രാൻസ്പ്ലാന്റിംഗ് ദ സ്റ്റെം സെൽസ് ആൻഡ് റിക്കവറി. സോ ഇതാണ് 5 മേജർ സ്റ്റേജസ് എന്നുള്ളത്. സോ ഇത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഓരോന്നും ന്യൂമറിക്കൽ നമ്പേഴ്സിലാണ് മാർക്ക് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. സോ അതെല്ലാം കൃത്യമായിട്ട് നോട്ടീസ് ചെയ്ത് തന്നെ വെക്കുക. ആൻഡ് മൂവിങ് ഓൺ ടു ടെക്സ്റ്റ് സി. എന്തൊരു പ്രൊസീജിയർ ആണെങ്കിലും അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് സിയിൽ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് എന്നുള്ളൊരു ഏരിയ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ യെസ്, ഓരോ കേസിലും എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആൻഡ് യു ആർ ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് GVHD, which is graft versus host disease. സോ എന്താണ് ഇതെന്നുള്ളത് ഒരു പ്രത്യേകമായ ഒരു കണ്ടീഷനെ കുറിച്ചും അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് താഴേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ആ ബുള്ളറ്റ് പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നോക്കുക. ആൻഡ് എപ്പോഴാണ് റിസ്ക് ഫാക്ടേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിൽ നമ്മൾക്ക് ഈ മാതിരി കണ്ടീഷൻസ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ഈ പറയുന്ന ഒരു റിസ്ക് ഫാക്ടർ കൂടുതലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ടുണ്ടാവും എന്ന് ടെക്സ്റ്റ് സിയിൽ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി ടെക്സ്റ്റ് ഡിയിലേക്ക് വരുമ്പോൾ യു ഹാവ് എ ഹോൾ ലിസ്റ്റ് ഓഫ് ടേബിൾ അല്ലേ, സ്റ്റെം സെല്ലും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, പ്രീ ക്ലിനിക്കൽ ഓർ ക്ലിനിക്കൽ യൂസ് മെക്കാനിസം. ഇത്രയും കാര്യങ്ങളാണ് അവിടെ കൃത്യമായിട്ട് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് അവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഇനി നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന 20 ക്വസ്റ്റ്യൻസ്. സോ യെസ്, ഓക്കെ. സോ നൈബി, ഗുഡ് ഈവനിങ് ഡിയർ. ജ്യോതി, വെരി ഗുഡ് ഈവനിങ്. ഡോന, ഗുഡ് ഈവനിങ് ഡിയർ. സോ യെസ്, കൊച്ചൂസ് പറഞ്ഞിട്ടുണ്ട്. യാ, വിച്ച് ഇസ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. ഹെഡിങ്, സബ് ഹെഡിങ്സ്, നമ്പേഴ്സ് ഇതെല്ലാം ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ചധികം കാര്യങ്ങളും കൂടെ നമ്മൾ മാർക്ക് ചെയ്യണം. എപ്പോഴും നിങ്ങൾ ആൻസേഴ്സ് ചെയ്യാൻ പോകുമ്പോൾ ഒരു ഹൈലൈറ്റഡ് വേർഡ് ഓർ എ കീവേഡ് വെച്ചിട്ട് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ 1 to 7, 8 to 14 ആൻഡ് 15 to 20 ഇങ്ങനെയാണ് 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാറ്റഗറൈസേഷൻ വന്നിരിക്കുന്നത് ഈ പാർട്ട് എയിൽ. സോ ഇതിലെ ആദ്യത്തെ 2 സെറ്റ് എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ മാച്ച് ദ ഹെഡിങ് കാറ്റഗറിയിലേക്കാണ് വരുന്നത്. സോ ഇൻഫർമേഷൻ എവിടെയാണെന്നുള്ളത് നിങ്ങൾ ട്രേസ് ഔട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് നോക്കുക. ആൻഡ് ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. സോ ബിഫോർ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് സെക്ഷൻ, ലെറ്റ് മീ റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് തറോലി ടു യു. കാരണം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണമല്ലോ. എക്സ്ക്യൂസ് മീ. ഓക്കെ. So questions 1 to 7, for each question 1 to 7, decide which text A, B, C or D the information comes from. You may use any letter more than once. So ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന്. സോ 1 to 7 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ഈ 4 സെക്ഷനിൽ നിന്ന് എവിടെ നിന്നാണ് ഈ പെർട്ടിക്കുലർ ആൻസർ വരുന്നതെന്ന് മാത്രം നിങ്ങൾ എടുത്തെഴുതിയാൽ മതി. ആൻഡ് ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഏത് ലെറ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ തവണ യൂസ് ചെയ്യാം. റെപ്പിറ്റീഷൻ ഓഫ് ദ ലെറ്റേഴ്സ് ഇവിടെ ഒരു പ്രശ്നമേ അല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ ഇൻ വിച്ച് ടെക്സ്റ്റ് ക്യാൻ യു ഫൈൻഡ് ഇൻഫർമേഷൻ അബൌട്ട്. സോ ഐ ഹോപ്പ് എവരി വൺ ഈസ് റെഡി വിത്ത് ദ മെറ്റീരിയൽ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ടുവേർഡ്സ് എൻഡ് വരെ ഒരു സ്ട്രോങ് പാർട്ടിസിപ്പേഷൻ നിങ്ങളുടെ സൈഡിൽ നിന്നും ഉണ്ടാവണം. മാക്സിമം ഇൻട്രാക്റ്റീവ് ആയിട്ട് തന്നെ പോവുക. ഓക്കെ. So yes, before asking the question, Kochus has asked the answer. Okay, let me read the question for you guys. The first question, what is stem cells? എവിടെയാണ് ഈ പെർട്ടിക്കുലർ ഇൻഫർമേഷൻ കിടക്കുന്നത്? എയിലാണോ, ബിയിലാണോ, സിയിലാണോ, ഡിയിലാണോ? സോ കൊച്ചൂസ് ഓൾറെഡി എനിക്ക് ആൻസർ തന്നിട്ടുണ്ട്, വിച്ച് ഇസ് ഫ്രം എ എന്ന് നോക്കാം. സോ വാട്ട് ഇസ് സ്റ്റെം സെൽസ്? അപ്പോൾ നമ്മളുടെ ഹെഡിങ് എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അപ്പം ഇൻട്രൊഡക്ഷനിലാണോ വരുന്നത്, അതോ ഫെർദർ ആയിട്ടുള്ള വേറെ എവിടെയെങ്കിലും ഒരു മെറ്റീരിയലാണോ വരേണ്ടത്, അതായത് ഒരു പാർട്ടിലാണോ വരേണ്ടത് എന്ന് കൃത്യമായിട്ട് നോക്കുക. ക്ലോഡിൻ, ഇറ്റ്സ് ബീൻ സോ ലോങ് സിൻസ് ഐ സോ യു. ഓക്കെ, യെസ്. കൊച്ചൂസ്, ജ്യോതി, ഡോന, ആൽവിൻ. യെസ്, റൈറ്റ് ആൻസർ ഗൈസ്, വിച്ച് ഇസ് എ. സോ നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇസ് ഫ്രം എ. നിങ്ങൾ ടെക്സ്റ്റ് നോക്കുവാണെങ്കിൽ എന്താണ് ഫസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു സ്റ്റെം സെൽ എന്താണെന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ യെസ്, ദ ഫസ്റ്റ് സെൻറ്റൻസ് ഇറ്റ് സെൽഫ് ഇസ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി കമ്മിങ് ഫ്രം ടെക്സ്റ്റ് എ. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ 2, സ്റ്റേജസ് ഓഫ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്. സ്റ്റേജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ യെസ്, so stages will be your highlighted word or the keyword. Stages of stem cell transplant. Okay, Jodi, you have said it to be B. Let's see. Okay, so I'm taking you to B.
ഇവിടെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. വി ഹാവ് ലൈക്ക് 5 stages ഉണ്ട് എന്നുള്ളത്, ആൻഡ് ഐ ഹാവ് റെഡ് ഇറ്റ് ഫോർ യു. സോ യെസ്, ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഫ്രം ടെക്സ്റ്റ് ബി അല്ലേ? സോ യെസ്, the answer is correct, which is B. So yes, so lot many of you have commented the right answer. Congratulations, dear ones. Okay, so keep up the spirit towards the end. Okay, risk factors of stem cell transplant. അടുത്ത ചോദ്യം റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ റിസ്ക് എവിടെയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട്, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് എവിടെയാണ് നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. ആൻഡ് ലെറ്റ് മീ നോ ദ ആൻസർ. ഓക്കെ, so the question is risk factors of stem cell transplant. Hey Megha, long time. Good evening dear. So I hope you are doing good. Yes, tell me guys. Answer it alkarikku ഒന്ന് comment ചെയ്തേ. Let's see. Oh, I'm so sorry Megha. Okay, absolutely fine. Go check our Facebook page, which is Needu's Academy Reading, and the material will be over there. Go read it and come fast and join the live. അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു ലൈവ് ഇരുന്ന് അറ്റൻഡ് ചെയ്തിട്ട് വീണ്ടും ആ മെറ്റീരിയൽ ഒന്നോടെ എടുത്ത് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, സോ യെസ്. ഓക്കെ, ജ്യോതി, ഡോണ, കൊച്ചൂസ് ആൻഡ് ജ്യോതി has again mentioned the answer, which is C. Okay, let's see. So yes, so everyone has said the answer to be C. So the question was risk factors, and definitely ടെക്സ്റ്റ് സി ആണ് റിസ്ക് എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. കോംപ്ലക്സ് ട്രീറ്റ്മെൻറ്റ്സും ദാറ്റ് ക്യാരി സിഗ്നിഫിക്കൻറ്റ് റിസ്ക് എന്നുള്ളതോടെ ബോൾ ലെറ്റേഴ്സിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ യെസ്, ദാറ്റ്സ് എ റൈറ്റ് ആൻസർ, വിച്ച് ഇസ് സി. നൗ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റെം സെൽസ് ആർ ഡിഫിക്കൽട്ട് ടു ഐസൊലേറ്റ്? വിച്ച് സ്റ്റെം സെൽസ് ആർ ഡിഫിക്കൽട്ട് ടു ഐസൊലേറ്റ്? സോ യു ഹാവ് ടു ഫോക്കസ്. ഡിഫിക്കൽട്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ആസ്കിങ് അബൌട്ട് ഈസിയർ തിങ്. It's asking about which stem cells are difficult to isolate. Okay, Kochus, let's see if that is the right answer. Okay, lot many of you are commenting on D. Yes, so you have a whole list of table over here, right? Okay, yes. So difficult to isolate and difficult to be harvested. So നമ്മുടെ question difficult to isolate ആയിരുന്നു. So that is definitely from text D. Okay, so yes, congratulations guys. ഇനി അടുത്ത question. What is the need of stem cell transplant? What is the need? എന്തിനാണ് ഈ ട്രാൻസ്പ്ലാന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നീഡ്. സോ ഇറ്റ്സ് എ റിക്വസൈറ്റ് ദാറ്റ് ഇസ് ബീങ് ആസ്ഡ്. എന്തിനാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയർ വേണ്ടത്? Let's see how many of you will get the answer. So the question is, what is the need of stem cell transplant? And definitely എവിടെ ആയിരിക്കും ആൻസർ വരിക? ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഫ്രം ദ ബിഗിനിങ്. എന്തിനാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയർ വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് തുടക്കത്തിൽ തന്നെ പറയണം. സോ ഹിയർ ദ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ നിങ്ങൾക്ക് കാണാം, എ സ്റ്റെം സെൽ ഓർ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് replaces damaged blood cells with the healthy ones. It can be used to treat conditions affecting the blood cells such as leukemia and lymphoma. Okay, right answer guys. So that is definitely from text A. Yes, Jodi, Donna, Kuchus. Right answer. Yes. Now the sixth question. Where the transplant patients stay at the first few weeks after the surgery? ഈ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ ഒരു സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണ് ഫസ്റ്റ് ഫ്യൂ വീക്സിൽ ഈ ട്രാൻസ്പ്ലാന്റ് അണ്ടർഗോ ചെയ്തിരിക്കുന്ന പേഷ്യൻറ്റ് താമസിക്കുന്നത്? So yes, that's a question, and do let me know the answer through the comments. Yes, Alvin, right answer. Okay, so yes, so എവിടെയാണ് ടുവേർഡ്സ് എന്താണ് പ്രിവെൻഷനും കാര്യങ്ങളും ഈ ഒരു പെർട്ടിക്കുലർ സർജറി ഡൺ ആയി കഴിഞ്ഞാലുള്ള കാര്യങ്ങളുമൊക്കെ എവിടെയായിരിക്കും മെൻഷൻ ചെയ്യുന്നത്? ആൻഡ് ഹൗ ലോങ് യു ഹാവ് ടു സ്റ്റേ ഓർ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ഫോർ ദ റിക്കവറി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ് സംസാരിക്കുന്നതെന്ന് കൃത്യമായിട്ടൊന്ന് നോട്ടീസ് ചെയ്യുക. ഓക്കെ, ഡോണ, ജ്യോതി, യെസ്, സി പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് സി. So you have a whole list of things over here, and towards the end നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ you will have to stay in a special germ-free hospital room during the first weeks after the transplant. So that is given directly over there. എപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ എവിടെയാണ് ഈ ഒരു പെർട്ടിക്കുലർ കീവേഡ് വെച്ച് നിങ്ങൾക്ക് ആൻസർ വായിക്കാൻ പറ്റുന്നതെന്ന് ട്രേസ് ഔട്ട് ചെയ്തിരിക്കണം. സോ യെസ്, സ്റ്റേ. സോ ആഫ്റ്റർ ദ ഫ്യൂ വീക്സ് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ യെസ്, നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ സെറ്റ്.
എത്ര പേർക്ക് 7/7 കിട്ടിയെന്ന് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും പറയണം കേട്ടോ. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കഴിയുമ്പോൾ ദ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഇസ് എത്ര പേർക്ക് 7/7 കംപ്ലീറ്റ് കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, which stem cells are easy to harvest? So it's being asked on easy. Okay, so yes, praise correct answer ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ജ്യോതി, ഡോണ, കൊച്ചൂസ് ഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. So yes, easy to harvest. So yes, now that's right answer, which is from D. Okay, so yes, ഇനി എത്ര പേർക്ക് അവിടെ 7/7 കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അന്നേരത്തേക്ക് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ സെറ്റിന് ഇൻസ്ട്രക്ഷൻസ് വായിക്കുകയാണ്. സോ യെസ്, answer the questions 8 to 14 with a word or a short phrase from the text. Each answer may include words, numbers or both. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതും സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബട്ട് ദ ഡിഫറൻസ് ഇസ് ലൈക്ക് ഇൻഫർമേഷൻ ട്രൈസ് ഔട്ട് ചെയ്യുമ്പോൾ ഇത്രയും നേരം നമ്മൾ ഏത് ടെക്സ്റ്റ് ആണെന്നുള്ള ലെറ്റർ മാത്രമാണ് മാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ യു വിൽ ഹാവ് ടു പ്രൊവൈഡ് എ വേർഡ് ഓർ എ ഷോർട്ട് ഫ്രേസ്. ഓക്കെ, സോ ലോട്ട് മെനി ഓഫ് യുവർ കമൻറ്റിങ് 7/7. ഓക്കെ, ഞാൻ ഇവിടെ 8th ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഐ വിൽ ഗോ ത്രൂ ദ കമൻറ്റ്സ്. ഓക്കെ, സോ ദ 8th ക്വസ്റ്റ്യൻ, which types of cancers are affecting the white blood cells? Affecting the white blood cells. ഏത് ടൈപ്പ് ആണെന്നും ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അഫക്റ്റ് ചെയ്യുന്ന ഏരിയയും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ് മീ സീ ഹൗ മെനി ഓഫ് യു ഹാവ് ഗോട്ട് 7/7. കൊച്ചു, ജ്യോതി, ഡോണ, കൺഗ്രാറ്റുലേഷൻസ് ഡിയർ വൺസ്. സോ ഇത് തന്നെയാണ്. ഇനിയിപ്പം 7/7 കിട്ടാത്ത ആൾക്കാർക്കൊക്കെ യു ഹാവ് ലൈക്ക് 13 ക്വസ്റ്റ്യൻസ് റിമൈനിങ് അല്ലേ, അതിൽ കൃത്യമായിട്ട് സോൾവ് ചെയ്യുക. ആൻഡ് 20/20 നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എത്തും. ഓക്കെ, സോ യെസ്, ജ്യോതി ഓക്കെ ലുക്കീമിയ പറഞ്ഞിട്ടുണ്ട്, ഡോണ ലിംഫോമ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സി ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. യു വിൽ ഹാവ് ടു നോട്ടീസ് ദാറ്റ്. സോ ഇവിടെ വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് നോക്ക് 2 എണ്ണം കൃത്യമായിട്ട് ഇവിടെ തന്നെയുണ്ട്. ലുക്കീമിയ ഉണ്ട്, അതുപോലെ തന്നെ ലിംഫോമയുണ്ട്. സോ യെസ്, സോ ഓൾവേസ് ആൻസർ 2ഉം ഒരുമിച്ചെടുത്ത് തന്നെ ആൻസർ ചെയ്യുക. ഒരെണ്ണം സ്കിപ്പ് ചെയ്യരുത്. പെട്ടെന്ന് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന എവിടെയെങ്കിലും ഒരിടത്ത് മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് തന്നെ കോപ്പി ചെയ്ത് എഴുതാതിരിക്കാൻ നോക്കുക. യു മേക്ക് ഷുവർ വേറെ എവിടെയും അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. സോ യെസ്, സോ ദാറ്റ്സ് റൈറ്റ് ആൻസർ. യെസ്, കൊച്ചൂസ് റൈറ്റ് ആൻസർ ചെയ്യുക. ജ്യോതി ആൻഡ് ഡോണ അതൊന്ന് ഫോക്കസ് ചെയ്യണം കേട്ടോ. ഓക്കെ, നൗ ദ 9th ക്വസ്റ്റ്യൻ, which types of therapies are used to prepare your body for the transplant? തെറാപ്പിയാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ടൈപ്സ് ഓഫ് തെറാപ്പീസ് ആർ യൂസ് ടു പ്രിപ്പയർ യുവർ ബോഡി ഫോർ ട്രാൻസ്പ്ലാന്റ്? യെസ് ഡോണ, കറക്റ്റ് ആൻസർ. ഇപ്പോൾ അത് കറക്റ്റായി. ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ കറക്റ്റായി. ഓക്കെ ജ്യോതി, സോ യെസ്, ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു റെക്ടിഫൈ യുവർ മിസ്റ്റേക്സ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അത് തിരുത്തി കൃത്യമായിട്ട് അതിൻ്റെ ആൻസേഴ്സ് മെൻഷൻ ചെയ്യാനും കൂടെ നോക്കുക. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ടുണ്ട്. Yes, which types of therapies? Okay, so yes, Donna is saying chemo and radio. Yes, absolutely correct, which is chemotherapy and radiotherapy. Yes, already നമ്മളെ ക്വസ്റ്റ്യനിൽ തെറാപ്പീസ് ഉള്ളത് കൊണ്ടാണ്. ബട്ട് മേക്ക് ഷുവർ കീമോതെറാപ്പി എന്നും കൂടെ മെൻഷൻ ചെയ്തോളൂ. കീമോ എന്ന് മാത്രമല്ല, ഇറ്റ്സ് ഐദർ വേ കറക്റ്റ്. ഓക്കെ, സോ യെസ്, യെസ്, കീമോതെറാപ്പി ഓർ radiotherapy. Okay, right. Now the 10th question, which cells take long time to differentiate? Excuse me. Okay, which cells take long time to differentiate? So that's your question, and tell me which cells take long time to differentiate. Make sure you go through the material thoroughly. ഏത് പാർട്ടിൽ നിന്നാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, ഡോണ ഹാസ് കമൻറ്റഡ്. ഓക്കെ, SKP or SES? Yes, and that is definitely from a table അല്ലേ? Okay, so yes, so that's the answer. Yes, Donna, right answer. It's not multipotent cells. You will have to mention SKP or SES. So that's your answer. Okay, now moving on to the next question. What can be done to minimize excessive bleeding and bruising? To minimize excessive bleeding and bruising. Yes, let's see.
പ്രിവെൻഷൻ ആണ് ചോദിക്കുന്നത്. വാട്ട് ക്യാൻ ബി ഡൺ ടു മിനിമൈസ് എക്സസീവ് ബ്ലീഡിംഗ് ആൻഡ് bruising? Yes, Donna, let's see if that is answer. So yes, blood transfusion. Okay, so that is transfusion of platelets. Yes, and now that's a right answer. So you will always have to go through the points, and here you have a bullet point stating that excessive bleeding or bruising caused by a lack of clotting cells called platelets. You may need transfusion of platelets if this is a problem. So yes, right answer dear ones. Donna could choose. Jyoti, yes, right answer. Okay, now moving on to the next question. What does 𝐶ID stands for? 𝐶ID. സോ ഒരു അബ്രിവിയേഷൻ ആണ്. എവിടെയാണ് ഈ അബ്രിവിയേഷൻ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടേക്കുന്ന ടെക്സ്റ്റിൽ നിന്നുള്ളത് ട്രിക്സ് ഔട്ട് ചെയ്യുക ആൻഡ് ടെൽ മീ. സോ യെസ്, ഇതൊക്കെ ഒരു ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. യു ഡോണ്ട് ഹാവ് എനി കൺഫ്യൂഷൻസ് ഓവർ ദെയർ, റൈറ്റ്? പെട്ടെന്ന് നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അബ്രിവിയേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ഓക്കെ വായിച്ച് നോക്കുമ്പോൾ ഭയങ്കര ക്വിക്ക് റീഡിങ്ങിൽ തന്നെ നമ്മളുടെ കണ്ണിൽ പെടുന്ന കാര്യങ്ങളാണ്. സോ ടെൽ മീ ഗൈസ്. യെസ് Donna, it is right. So yes, and where do you see that? Towards the end, alle towards a part la ending la ninge idu krithyamayitte kaanam. 𝐶ID, which is severe combined immunodeficiency or 𝐶ID. Yes, Donna, Jyoti could choose right answer. Now the 13th question. Which stem cells have the less immunoreactivity? So it's all about the stem cells have the less immunoreactivity. Less immunoreactivity. So always focus on reading these things in a quick manner. നിങ്ങൾ കൃത്യമായിട്ട് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് എന്ന് പറയുന്ന ടെക്നിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്താലേ നിങ്ങൾക്ക് 15 മിനിറ്റിനുള്ളിൽ ഈ പറയുന്ന മെറ്റീരിയൽസ് കംപ്ലീറ്റ് വായിച്ച് തീർന്ന് ഈ 20 ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അതെപ്പോഴും ഒന്ന് ഫോക്കസ് ആയിട്ട് തന്നെ ഇരിക്കുക. സോ സ്കിമ്മിങ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഒരു ഓവറോൾ വ്യൂവിന് വേണ്ടിയിട്ടും സ്കാനിങ് എന്ന് പറയുന്ന സ്പെസിഫിക് ഇൻഫർമേഷന് വേണ്ടിയിട്ടുമാണ് ചെയ്യുന്നത്. ഓക്കെ, ഡോണ, റൈറ്റ് ആൻസർ. യെസ്, വിച്ച് ഇസ് fetal derived stem cell. Right answer dear ones. Yes, Jyoti and Donna, right answer. Now the last question from that set. നമ്മുടെ 14ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. What is the disadvantage of progenitor cell? ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഏതിലാണ്? progenitor cell. So yes, ഈ ഒരു സെറ്റിലെ ആൻസറും കൂടെ കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി പറയുക. അവിടെയും 7/7 നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ആൻഡ് ഇഫ് യെസ്, നമുക്ക് ഈ മെറ്റീരിയൽ കുറച്ചും കൂടെ ഒരു ഈസിയർ ലെവലിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, റൈറ്റ്. ഡോണ, റൈറ്റ് ആൻസർ. ലിമിറ്റഡ് റിസർച്ച്. യെസ്, ജ്യോതി, റൈറ്റ് ആൻസർ. Okay, and where does that come from? The table, of course, the table. Yes, and you have it right over here. Limited research എന്നുള്ള നിങ്ങളുടെ കീവേഡ് കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര പേർക്ക് ഇവിടെ കറക്റ്റായിട്ട് ആൻസേഴ്സ് 7 ക്വസ്റ്റ്യൻസിന് കിട്ടിയെന്നുള്ളത് മാർക്ക് ചെയ്യുക. സോ നൗ questions 15 to 20, complete each of the sentences 15 to 20 with a word or short phrase from one of the text. Each answer may include words, numbers or both. So ഇവിടെ നിങ്ങൾ 15 to 20 വരെയുള്ള ചോദ്യങ്ങൾ സിമിലർ പാറ്റേണിലാണ് ചെയ്യാൻ പോകുന്നത്, which is like complete the sentences 15 to 20 with word അല്ലെങ്കിൽ ഷോർട്ട് ഫ്രേസ്. എപ്പോഴും ഓർക്കുക, ഷോർട്ട് ഫ്രേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 3 words or 4 words to the maximum count. ആൻഡ് ഈച്ച് ആൻസർ മേ ഇൻക്ലൂഡ് വേർഡ്സ്, നമ്പേഴ്സ് ഓർ ബോത്ത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആൻസേഴ്സിൽ വേർഡ്സ് ആയിരിക്കാം, നമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വേർഡ്സും നമ്പേഴ്സുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയിരിക്കാം. സോ ദ 15th question. Dash may also be given to prevent or treat any bacterial infections. സോ ഡെഫിനറ്റ് ആയിട്ടും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനാകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും എന്തെങ്കിലും മെഡിസിൻസ് ആയിരിക്കും. ഓക്കെ, സോ അതിനു മുമ്പ് ഞാൻ നോക്കട്ടെ. ഓക്കെ, ഡോണ, കൊച്ചൂസ്, കൺഗ്രാറ്റുലേഷൻസ്, എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് കൊച്ചൂസ് ഇസ് കമൻറ്റിംഗ് ആൻറ്റിബയോട്ടിക്സ്. യെസ്, ഓക്കെ, ഡോണ, ജ്യോതി, റൈറ്റ്, വിച്ച് ഇസ് ആൻറ്റിബയോട്ടിക്സ്. യെസ്, so yes,
you have a whole list of things over here. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, you may also be given antibiotics to prevent or treat any bacterial infections. So that's right. So 15th answer is definitely antibiotics. Now moving on to the next question. A lack of dash that can make you feel tired and short of breath. A lack of dash that can make you feel tired and short of breath. എന്തിൻ്റെ കുറവാണ് അല്ലെങ്കിൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് അവിടെ ചോദിക്കുന്നത്. സോ ടെൽ മീ, എ ലാക്ക് ഓഫ് ഡാഷ് ദാറ്റ് ക്യാൻ മേക്ക് യു ഫീൽ ടയേർഡ് ആൻഡ് ഷോർട്ട് ഓഫ് ബ്രെത്ത്. അബ്സല്യൂട്ട്ലി കറക്റ്റ്, വിച്ച് ഇസ് റെഡ് ബ്ലഡ് സെൽസ്. ആൻഡ് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിച്ച് ക്യാരി ഓക്സിജൻ അറൗണ്ട് ദ ബോഡി. സോ വി നോ വാട്ട് ഇറ്റ്സ് ഫങ്ഷൻ ഇസ് ആൻഡ് ഇറ്റ് ഇസ് ക്ലിയർ ഫ്രം ദർ. യെസ്, ഓക്കെ, വിച്ച് ഇസ് റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. DASH can be treated with medications that can suppress your immune system. DASH can be treated with medications that suppress your immune system. So this is your question, and please do let me know your answers through the comment section. നിങ്ങൾ comment sectionൽ കൃത്യമായിട്ട് ആൻസർ പറയുകയാണെങ്കിൽ great help. Okay, Donna Jodi, yes, you are saying it's GVHD. Yes, that's absolutely correct, and that's from part C. Yes, you have a whole list of things being mentioned over here and the first point over here. Yes, so yes, GVHD. Okay, now the 18th one. Dash is identical or very similar that of dash is identical or very similar that of the person receiving the transplant. Identical or very similar. Let's see എത്ര പേർക്ക് കൃത്യമായിട്ട് ആൻസേഴ്സ് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഹായ് ജാൻസി, വെരി ഗുഡ് ഈവനിങ് ഡിയർ. സോ നമുക്ക് നോക്കാം. സോ ദ ക്വസ്റ്റ്യൻ വാസ്, dash is identical and very similar that of the person receiving the transplant. I'm doing good dear. How are you doing? So yes, കൊച്ചൂസ് പറയുന്നുണ്ട് അലോജനിക് ട്രാൻസ്പ്ലാന്റ് എന്ന്. Let's see if that's the right answer. So yes, any other answers from the side? വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? So someone is saying HLA. Okay, let's see. So to improve the chances of the transplant being successful, donated stem cells need to carry a special genetic marker known as human leukocyte antigen or HLA that is identical or very similar to that of the person receiving the transplant. This is why you have to read the information correctly. So വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആൻസർ കൃത്യമായിട്ട് കിട്ടില്ല. സോ ഓൾവേസ് ഫോക്കസ് വിച്ച് ഇസ് HLA, either HLA or human leukocyte antigen. Okay, so I hope that is clear. Now moving on to 19th question. So കൊച്ചൂസ് അതൊന്ന് ഫോക്കസ് ചെയ്യണേ. 19. The transplant cells recognize the recipient cells as dash and attack them. The transplant cells recognize the recipient's cells as dash and attacks them. Come on guys, you can do this. Similar, around 18 questions ഇപ്പോൾ തന്നെ fill ചെയ്തിട്ടുണ്ട്. And now ഒരു അവസാനം 2 questions മാത്രമേ ഉള്ളൂ. Now tell me the answer. Conscious? Okay, great dear. So Donna has commented foreign. Yes, absolutely correct. So the answer is the transplant cells recognize recipient cells as foreign and attack them. And where do you find this answer? So you have a whole list of things being mentioned. എന്തൊക്കെ കാര്യങ്ങൾ പ്രിക്വേഷൻസും കാര്യങ്ങളും ഒക്കെ എടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ടെക്സിയിലും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. യെസ്, സോ യെസ്, നൗ ദാറ്റ്സ് ദ right answer. Now the last question. The cells have the mechanism of neurotrophic factors. Dash cells have the mechanism of neurotrophic. Before that, so yes, part B യിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട്
ഈ പറയുന്ന ഫോറിൻ എന്നുള്ള കാര്യമുണ്ടായിരുന്നു. ഓക്കെ, സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ് ഡോണ. Okay, that's the right answer, which is MTSPCS. Yes, Merlin, good evening. Okay, so now tell me, how many of you have got 20 out of 20 and how many people have completed all this 20 questions in below 15 minutes? അതാണ് എനിക്ക് അറിയേണ്ട കാര്യം. എത്ര ടൈം എടുത്തു ആൻഡ് എത്ര ടൈമിന് നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്തു? ഡിഡ് യു ടേക്ക് 15 minutes or more? അതാണ് അറിയേണ്ടത്. ആൻഡ് നൗ ടെൽ മി ഗൈസ്. സോ ഇനിയും ഇങ്ങനെയുള്ള ഒരുപാട് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് വിച്ച് വിൽ ബി ഡിസ്കസിങ് ഓൺ OET റീഡിംഗ് പാർട്ട് എ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മൺഡേ ആൻഡ് ഫ്രൈഡേ ഈ ഒരു ലൈവ് അറ്റൻഡ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. ഓക്കെ ഡോണ, സോ ഹാപ്പി ടു ഹിയർ ദാറ്റ് യു ഗോട്ട് 20 out of 20. യെസ്. സോ യെസ് ജ്യോതി, 19/20 ഒരു ബാഡ് സ്കോറേ അല്ല, ജസ്റ്റ് 1 ആണ് മിസ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ടൈമിൽ നമ്മളത് കൃത്യമായിട്ട് 20/20 ആക്കിയിരിക്കും. So yes, so I hope this live session was quite beneficial for you guys. See you soon with yet another live. Good night guys.